ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസിൽവാനി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഇവിടെ ലോക്ക്ഡൗണിൽ അനിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരും ആലുവയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അത് കാരണം അവർ കുറേ ദിവസമായി നമ്മളെ അങ്ങോട്ട് വിളിച്ചു തുടങ്ങിയിട്ട്. അവരുടെ ജോലിയുടെ തിരക്കും അതുപോലെ തന്നെ നമുക്ക് 10th കുട്ടികൾ പഠിക്കണത്. അപ്പോൾ അത് കാരണം പോകാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഒരു ദീപാവലിയുടെ മുടക്കിൽ ഞായറും തിങ്കളും മുടക്കാണല്ലോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടുത്തെ എറണാകുളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് വന്നിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എവിടേക്ക് ആദ്യം തന്നെ നമ്മൾ ഹിൽ പാലസിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോഴാണ് കൂട്ടുകാരെ നമ്മളൊരു കാര്യം അറിഞ്ഞ് തിങ്കൾ അവധിയാണ് അവിടെ. ഹിൽ പാലസ് എന്ന് മാത്രമല്ല, നമ്മുടെ തൃശ്ശൂർ കാഴ്ചബംഗ്ലാവ് ഒക്കെ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തിങ്കൾ ദിവസം അവധിയാണ്. അപ്പോൾ അത് അറിയാത്ത കൂട്ടുകാർക്കൊരു അറിവായിക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും എറണാകുളം ഇവിടെ വരെ വന്നിട്ട് നമ്മുടെ ചോറ്റാനിക്കൽ അമ്മേനെ കാണാണ്ട് പോകരുതല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇത് മുടക്കിയത്. നമ്മൾ ഡയറക്റ്റ് ചോറ്റാനിക്കൽ അമ്പലത്തേക്ക് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ചോറ്റാനിക്കൽ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ലുലു മാളിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ലുലുമാളിൻ്റെ ഉള്ളിൽ കയറി അവിടെ കറങ്ങുന്നത് തന്നെയാണ് കൂടുതൽ നന്നായിരിക്കുക. ഇപ്പം നമ്മൾ ലുലുമാളിൻ്റെ പാർക്കിങ്ങിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇന്ന് ലുലുമാളിൽ തിരക്കില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത് ദീപാവലിയുടെ അവധിയായ കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരിക്കും. കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല തിരക്കായിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരു ഏകദേശം 2:45-3 മണി നേരമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് വിചാരിച്ചിരിക്കുന്നത് മറൈൻ ഡ്രൈവ് പോകാമെന്നാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 മണി 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ. ഇനിയിപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയിട്ട് അവിടെ ഇപ്പം നമ്മൾ മറൈൻ ഡ്രൈവ് എത്തി. മറൈൻ ഡ്രൈവിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരം തന്നെയാണ്. ഇവിടെ ഒരുപാട് ബോട്ടുകൾ റൈഡിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ബോട്ട് റൈഡ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് നമുക്ക് നടന്ന് കാണാനുള്ള കുറേ വിശേഷങ്ങളുണ്ട് നടന്ന് കാണാനുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമില്ല. കാരണം ഓൾറെഡി നമുക്ക് നാളെ ക്ലാസ് ഉള്ളതാണ് കുട്ടികൾക്ക്. പോരാത്തതിന് നമുക്ക് തൃശ്ശൂർ എത്തേണ്ടതുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ബോട്ട് റൈഡൊക്കെ നടത്തിയിട്ട് പോവാം. നമ്മളിവിടെ ഒരു 1 hourൻ്റെ ബോട്ട് റൈഡാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്കിവിടെ 1/2 hour 1 hour 2 hour അങ്ങനെ പല ടൈമിലുള്ള റൈഡുകളുണ്ട്. അതുപോലെ ഗ്രൂപ്പായിട്ടോ നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊക്കെ വരാം. പെർ ഹെഡിനാണ് റേറ്റ്. അത് പിന്നെ സാഗരറാണി പോലെയൊക്കെ ആകുമ്പോൾ അവധി ദിവസങ്ങളിൽ നമുക്ക് മുമ്പേ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മറ്റേ ഇല്ലല്ലേ പിന്നെ
ഇതൊക്കെ ഇഷ്ടം പോലെ അപ്പോൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗൈഡ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് കുറേ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പലതരം ബോട്ടുകൾ നമുക്കിവിടെ കാണാം. അപ്പോൾ അവിടെ ചിലതിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഹൈക്കോർട്ട് ജെട്ടി കാണാം. അവിടെ നമുക്ക് 2 ബോട്ടുകളുണ്ട്. അത് അവിടുത്തെ സർവീസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷ് കുളങ്ങര ചേട്ടൻ പറയണ പോലെ തന്നെ അമ്പരച്ചുംബികളായ കെട്ടിട സമുച്ചയങ്ങളാണ്. എന്ത് ഭംഗിയാണ്! നമുക്ക് ഈ ബോട്ട് യാത്രയിൽ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ആ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ബോൾഗാട്ടി ദ്വീപ് കേട്ടോ. ഇവിടെ എറണാകുളം പട്ടണത്തിനടുത്തുള്ള 1ാമത്തെ ദ്വീപാണ് ബോൾഗാട്ടി. ഇപ്പോൾ ഇവിടെ വരാറ് പോലെ പാലമുണ്ട്. അതാണ് ഗോശ്രീ പാലം. 7 കിലോമീറ്റർ നീളമുള്ള ദ്വീപ്. ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും മത്സ്യബന്ധനം, മത്സ്യകൃഷി നടത്തുന്നവർ. ചെമ്മീൻ കട്ട, ഞണ്ട് വളർത്തലൊക്കെയാണ് പ്രധാന വരുമാന മാർഗം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ബോൾഗാട്ടി ഐലൻഡാണ്. KTDCയുടെ കീഴിലുള്ള ഒരു 3 സ്റ്റാർ പ്രോപ്പർട്ടി. ഇതാണ് നമ്മൾ ഈ കാണുന്നത് ബോൾഗാട്ടി പാലസ്. എല്ലാവരും പല സിനിമകളിലും നമ്മൾ കാണുന്ന ഒരു പാലസാണത്. വെള്ളി നക്ഷത്രം ഫുള്ളായിട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈ ബോസിൽ നമ്മുടെ ദിലീപിൻ്റെ വീട് ആയിട്ട് നമ്മൾ കണ്ടത് ഈ പാലസാണ്. ഈ ബോട്ട് യാത്രയിൽ അതിൻ്റെ ഒരു ഭംഗി നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ വ്യൂ ഉള്ള ഈ കോട്ടേജുകളാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്.
ഒരെണ്ണമാണ് ഗ്രാൻഡ് ഹയാത്ത്. കൊച്ചിയിൽ അത്യാവശ്യം ഒരു വലിയ കൺവെൻഷൻ സെൻ്ററുള്ള ഗ്രാൻഡ് ഹയാത്ത് 5 സ്റ്റാർ ഹോട്ടലാണത്. സാർ ഇത് രണ്ടാമത്തെ ദ്വീപിലേക്കുള്ള നിങ്ങളെ ലുലു ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ? ലുലു മാളിന്റെ ഓണർ പാവപ്പെട്ട യൂസഫലി പാവപ്പെട്ടാണ്. അദ്ദേഹം ദൈവത്തിന് മുമ്പിൽ പാവപ്പെട്ടെന്നാണ് പറഞ്ഞത്. പൂർത്തിയാക്കുന്നുണ്ട്. ദൈവം കൃപോണ്ടാണ് അത് ഇത്രയും പറഞ്ഞത് ഇല്ലേ? ശരിയല്ലേ? അതേ ഞാനും പറഞ്ഞു. അദ്ദേഹം വലിയ ഒരു കപ്പലിൽ കുറേ പെട്ടി നിറച്ച് ചോക്ലേറ്റ് ആണ്. അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കപ്പൽ കാണാം, പെട്ടി കാണാം, ചോക്ലേറ്റ് കാണാൻ പറ്റില്ല, പെട്ടി ഉള്ളിലാണ്. അതുപോലെ ഇത് ദീപാവലി. ഇനി മുന്നോട്ട് പോകുന്ന അൻപാടി താഴ്ച, അതിന് പറയുന്ന പേര് കപ്പൽ ചാൽ. 2 കപ്പൽ ഉള്ളിടുമ്പോൾ 2 കപ്പൽ കാണാം. അടുത്തപ്പോൾ നിങ്ങൾ ലോഡിങ് അൺലോഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ശരി. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ദ്വീപാണ്, കണ്ടൽ കാടുകൾ. അവിടെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് ആ കണ്ടൽ കാട്. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് DP വേൾഡ് കാണാം. അതായത് ദുബായ് പോർട്ട് വേൾഡാണ്. കൊച്ചിയിലെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് നമ്മളിനി ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടെയ്നറുകൾ ഷിപ്പിൽ നിന്ന് ലോഡ് ചെയ്യുന്നതും അതുപോലെ ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നതും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് നല്ല കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ ലോറിയിലൊക്കെ കണ്ടെയ്നറുകളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ലോറിയിൽ കണ്ടെയ്നർ വെച്ച് പോകുമ്പോൾ തന്നെ എന്തൊരു വലുതാണല്ലേ. അങ്ങനെ എത്രയോ കണ്ടെയ്നറുകളാണ് നമുക്ക് ഈ കപ്പലുകളിൽ കാണാം. അപ്പോൾ ഈ കപ്പലിൻ്റെയൊക്കെ ഒരു വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് 2 കപ്പൽ കാണാൻ പറ്റിയല്ലോ. ആദ്യത്തെ കപ്പൽ അത്ര ഭംഗിയെന്നുള്ള കപ്പലല്ല, പക്ഷെ മറ്റേ കപ്പൽ നല്ല അടിപൊളി കപ്പലാട്ടോ. നിറച്ച് കണ്ടെയ്നറുകളുണ്ട് അതിനകത്ത്. ലോറികളിൽ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അത്. വലിയ ക്രെയിനുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ലോറിയിലേക്ക് കണ്ടെയ്നറുകളൊക്കെ ലോഡ് ചെയ്യുന്നത് കാണാൻ നല്ലൊരു ദൃശ്യം തന്നെയായിരുന്നു കേട്ടോ. സൂപ്പർ തന്നെയായിരുന്നു.
വള്ളങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ വള്ളങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ എഞ്ചിൻ വെച്ചിട്ടുള്ള സ്പീഡ് ബോട്ടുകൾ, സ്പീഡ് വഞ്ചികളെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. എന്തായാലും 1 hour ഈ ബോട്ട് റൈഡ് നമുക്ക് നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് തന്നത്. അപ്പോൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ബോട്ട് റൈഡ് നടത്തി ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുക. നമ്മുടെ ബോട്ട് ഇപ്പോൾ 1 hour ആയ കാരണം തന്നെ ഉൾക്കടലിലേക്കൊന്നും പോവില്ല. ജസ്റ്റ് കടലൊന്ന് ടച്ച് ചെയ്ത് വരുള്ളൂ. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ തിരമാല അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാവുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അത്ര തന്നെയുള്ളൂ. മറ്റേ സാഗരറാണിയൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് പോവുക. ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്യുക. ബാക്കി ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ഒന്നും കൂടി കാണാമെന്ന് മാത്രം. നമ്മുടെ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നേരമായിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തെ ഡിന്നറും കൂടി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ പോകണം. അപ്പോൾ ഞങ്ങളുടെ ദീപാവലി ആഘോഷമൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്